ഹായ് ഓൾ. എന്തുകൊണ്ടാണ് സയൻസിൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയെക്കാട്ടിലും വളരെ ഈസിയാണ് എന്ന് പറയുന്നത്? അതായത് ഒരു കാര്യം അത് സിമ്പിളായിട്ട് പറയാനാണ് പാട്. ശാസ്ത്രജ്ഞന്മാർ വർഷങ്ങളോളം ചെലവഴിച്ചിട്ടാണ് പല കോംപ്ലക്സ് കൺസെപ്റ്റുകളും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, E=mc² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പറയാനായിട്ട് എയിൻസ്റ്റീൻ എടുത്തത് 10 വർഷമാണ്. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ അത്രയും റെഡ്യൂസ് ചെയ്ത് E=mc² എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിലേക്ക് മാറ്റാനായിട്ട് അദ്ദേഹം എടുത്തത് വർഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു കൺസെപ്റ്റ് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഫെയ്ൻമാൻസ് ടെക്നിക് എന്ന് പറയുന്ന ഒരു ലേണിംഗ് ടെക്നിക് ഉണ്ട്. അതായത് ഫെയ്ൻമാൻ പറയുന്നത്, നമ്മൾ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ തക്കതായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. അത്രയും ഡീപ്പർ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും വളരെ കട്ടിയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് സയന്റിഫിക് ജാർഗണൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് അറിയാത്തത് എന്തൊക്കെയോ നമുക്ക് അറിയാമെന്ന് കാണിക്കാൻ പറ്റുമായിരിക്കും ഒരു കാര്യത്തെ കോംപ്ലക്സ് ആക്കി പറയുന്നതിലൂടെ. പക്ഷെ ഒരിക്കലും നമുക്ക് ഒരു ഡീപ്പർ ക്ലാരിറ്റി ഉണ്ടെന്ന് അതിന് അർത്ഥമില്ല. നമ്മൾ എത്രയും സിംപ്ലിഫൈ ചെയ്ത് നമുക്കതിനെ പറയാൻ സാധിക്കുന്നു, എത്രയും ക്ലാരിറ്റിയോടുകൂടി നമുക്കതിന് പറയാൻ സാധിക്കുന്നു, അപ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാകുന്നത്. പല ശാസ്ത്രജ്ഞന്മാരും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മോഡലുകൾ, ഹൈപ്പോത്തസിസ്, അസംഷൻസ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവരൊരു സ്റ്റഡിയൊക്കെ തുടങ്ങുന്നത്. അവസാനം അവരൊരു സിമ്പിൾ വൺ ലൈനറിലേക്ക് അവരുടെ സ്റ്റഡിയെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ റിസർച്ചിലും നമ്മൾ കാണുന്നത്. സോ ന്യൂട്ടന്റെ 3-ാം ചലന നിയമം, എവ്രി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാലങ്ങളോളമുള്ള സെഞ്ചുറീസ് ആയിട്ടുള്ള ലേയേർഡ് നോളജിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു തരാനായിട്ട് അദ്ദേഹം കുറേ അധികം റിസർച്ച് നടത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ വൺ ലൈനർ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അറിയാം അതെന്താണെന്ന്. ആ സിമ്പിൾ ഫോമിലേക്ക് അതിനെ എത്തിക്കാൻ ഓരോ സയന്റിസ്റ്റും കടന്നു പോകുന്ന വഴികൾ ഭയങ്കര പ്രയാസമേറിയതാണ്. അപ്പം ഒരു കോംപ്ലക്സ് കോൺസെപ്റ്റിനെ സിമ്പിളാക്കി പറയാന്ന് വെച്ചാൽ അതിനെ എന്താ പറയുന്നത്, ഒന്ന് ഭയങ്കര ഒരു ഡംബ് രീതിക്ക് പറയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ ബ്രില്യൻസിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുവന്ന് ഏറ്റവും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ഏറ്റവും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിയിൽ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലിയോനാർഡോ ഡാവിഞ്ചി പറഞ്ഞിരിക്കുന്നത്, സിംപ്ലിസിറ്റി ഇസ് ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് സൊഫിസ്റ്റിക്കേഷൻ എന്ന്. ഇപ്പോൾ DNA ഡബിൾ ഹെലിക്സ് മോഡൽ എടുക്കാം. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണല്ലേ, പക്ഷെ എത്രത്തോളം കോംപ്ലക്സ് ഡേറ്റയാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ആപ്പിൾ താഴെ വീഴുന്ന വെച്ചിട്ടാണ് നമ്മൾ ഗ്രാവിറ്റിയെ എല്ലാവരും പഠിക്കുന്നത്. അപ്പൊ അത്രയും ഒരു സിമ്പിൾ കോൺസെപ്റ്റിലേക്ക് പക്ഷെ അതിനെ കൊണ്ടുവരാൻ ന്യൂട്ടൺ എത്രയോ വർഷത്തെ കാൽക്കുലസിലുള്ള ഒരു ഡീപ്പ് റിസർച്ച്, അതുപോലെ തന്നെ പ്ലാനറ്ററി മോഷനിലുള്ള റിസർച്ച്, ഇതൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പഠിച്ചെടുക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ആ കൺസെപ്റ്റിനെ വളരെ സിമ്പിളായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് നമുക്ക് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള രീതിക്ക് ചിന്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റ് സംശയങ്ങൾ വരുന്നത്, നമുക്കത് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.